ുന്നതിനും പത്രങ്ങൾ തുടങ്ങുന്നതിനും അച്ചടി വിദ്യ ഉണ്ടാക്കുന്നതിനും ഇംഗ്ലീഷ് വിദ്യാഭ്യാസം, മലയാള വിദ്യാഭ്യാസം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം സമഗ്രമായ ഒരു സാമൂഹിക വികസനത്തിന് വേണ്ടിയുള്ള വലിയ സംഭാവനകളാണ് മിഷണറിമാർ ചെയ്തതെന്ന് നമുക്കറിയാം. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ആ കാര്യങ്ങളൊക്കെ അതിന്റെ അടുത്ത തലമുറകൾ മറന്നു പോവുകയും ഈ സാഹിത്യപരമായ കാര്യങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യം കൊടുക്കാതിരിക്കുകയും ചെയ്യും. ഈ സാഹിത്യത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകുന്നിടത്താണ് സംസ്കാരം ഇല്ലാതെയായിത്തീരുന്നത്. ഇപ്പൊ ഇന്ന് നമുക്കറിയാം, സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വാക്പോരുകളും ഒക്കെ നമുക്ക് കാണാം. സംസ്കാരശൂന്യമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോരാട്ടങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. അപ്പൊ ക്രൈസ്തവ സമൂഹത്തിന്റെ തന്നെ മുഖച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്ന അത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത് നല്ല സാഹിത്യകൃതികൾ ഉണ്ടാകുന്നില്ല, നല്ല സാഹിത്യ വായനകൾ സംഭവിക്കുന്നില്ല. അതുകൊണ്ടാണ് ആ ഒരു സ്വഭാവത്തിന്റെ അപജയം പലപ്പോഴും സംഭവിക്കുന്നത്. ഇപ്പൊ നാം തുടങ്ങുന്ന ഈ ഒരു ചെറിയ സംരംഭമാണെങ്കിലും ഇതിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം എഴുതുവാൻ കഴിവുള്ള ആളുകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ തന്നെ വളരെ കൃത്യമായ എഡിറ്റിങ്ങിലൂടെ, കൃത്യമായ നിരീക്ഷണത്തിലൂടെ ഒരു 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 രചന അത് ആരെഴുതിയാലും അത് നമുക്ക് പര്യാപ്തമല്ല എന്ന് തോന്നിയാൽ ആ രചയിതാവിനോട് നോ എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. അതുപോലെ അതിന്റെ ഭാഷാശുദ്ധി വളരെയധികം സൂക്ഷ്മമായിട്ട് പരിശോധിക്കണം. കാരണം നമ്മുടെ പൂർവികന്മാർ ഒക്കെ വളരെയധികം ഭാഷയ്ക്ക് സംഭാവന നൽകിയവരാണ്. വ്യാകരണം എഴുതുകയും നിഘണ്ടു എഴുതുകയും കാവ്യങ്ങൾ, മഹാകാവ്യങ്ങൾ, ഖണ്ഡകാവ്യങ്ങൾ എഴുതുകയൊക്കെ ചെയ്ത ഒരു വലിയ പാരമ്പര്യം ഈ മിഷണറി പത്രപ്രവർത്തനത്തിനുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പിന്മുറക്കാരായിട്ട് നിൽക്കുന്ന നാം അതിൽ നിന്ന് ഒട്ടും പുറകോട്ട് പോകുവാനായിട്ട് പാടില്ല. കൃത്യമായ ഭാഷ, വളരെയധികം ഭാവനാസമ്പന്നമായ സാഹിത്യം, അതുപോലെ വിജ്ഞാനപ്രദമായ ലേഖനങ്ങൾ, ഇവയെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് വേണം നമുക്ക് അങ്ങനെയുള്ള ഒരു കാര്യം ചെയ്യുവാനായിട്ട്. അതുപോലെ സാധാരണ ആളുകൾ ചെയ്യുന്നത് പോലെയുള്ള വിമർശനാത്മകമായ, വ്യക്തികളെ വിമർശിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ക്രിയാത്മകമല്ലാത്ത രീതിയിലേക്കുള്ള യാതൊരു നീക്കങ്ങളും ഇല്ലാതെ ഒരു കുടുംബത്തിൽ എല്ലാവർക്കും ആസ്വദിക്കത്തക്ക രീതിയിൽ ഉള്ളതായിരിക്കണം. അതുകൊണ്ട് ആത്മാവിനെ ഔന്നത്യത്തിലേക്ക് ഉയർത്തുന്ന ഒരു സാഹിത്യ നിർവഹണമായിരിക്കണം നാം ചെയ്യേണ്ടത് എന്ന് നമുക്ക് നിർബന്ധം ഉണ്ടായിരിക്കണം. ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിന്റെ അഡ്വൈസറി ബോർഡിൽ അനുഗ്രഹിക്കപ്പെട്ട സ്റ്റീവൻ സാറും ജെയ്സൺ സാറും സജുകുമാർ സാറും അതുപോലെ ജോയ്മാർ സാറും ഒക്കെ ഉണ്ട്. ജോയ്മാർ സാറും നമ്മുടെ കൂടെ ഉണ്ടല്ലോ. ഞാൻ വളരെ വർഷങ്ങളായിട്ട് അദ്ദേഹത്തിന്റെ വായനക്കാരനാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഈ ആഴ്ചവട്ടത്തിന്റെ ഒന്നാം നാൾ എന്നൊക്കെ പറയുന്ന ആ പരമ്പരകളൊക്കെ ഒട്ടുമിക്ക എണ്ണവും ഞാൻ വായിച്ചിട്ടുണ്ട്. വളരെയധികം വ്യത്യസ്തമായ ചിന്തകളാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. അദ്ദേഹത്തിന്റെ കൃതികൾ ഞാൻ വായിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെ സർഗശേഷിയുള്ള ദേവദാസനാണ്. അതുപോലെ ഇതിലൊത്തുണ്ട്. അദ്ദേഹം ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്ന സമയം മുതൽ തന്നെ അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് എനിക്ക് ബോധ്യമുണ്ടായിരുന്നു. പത്രപ്രവർത്തനത്തിലും അതുപോലെ തന്നെ വിഷ്വൽ മീഡിയ തുടങ്ങിയിട്ടുള്ള എല്ലാ രംഗങ്ങളിലും വളരെയധികം ദർശനങ്ങളുള്ള, സാധ്യതകൾ ആരായുന്ന ഒരു ദേവദാസനാണ്. അദ്ദേഹത്തിന്റെ പത്രപ്രവർത്തന മേഖലകൾ ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. പല പത്രങ്ങളിലും അദ്ദേഹം എഴുതുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ബിജു സാറ് ഞങ്ങൾക്ക് ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ആരംഭകാലങ്ങൾ മുതൽ തന്നെ നല്ലൊരു അധ്യാപകനായിട്ടും നല്ലൊരു എഴുത്തുകാരനായിട്ടും ഒക്കെ അദ്ദേഹം ഉണ്ടായിരുന്നു. നല്ല ചിന്തകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതുപോലെ ജോമൻ വർഗീസ് സാറ് ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ദർശനങ്ങള്, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങള്, ലീഡർഷിപ്പ് എല്ലാം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അനുഭവിക്കുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മറ്റ് ഇവിടെയുള്ള പ്രിയപ്പെട്ടവരെ എല്ലാവരെയും എനിക്കറിയത്തില്ല. പ്രവീൺ പ്രചോദനയുടെ ചില ഗാനങ്ങളും അതുപോലെ കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ സർഗശേഷിയുള്ള ഒരു ദൈവദാസനാണ്. അതുപോലെ ഇതിൽ പ്രവർത്തിക്കുന്ന മറ്റ് ചില ആളുകൾ അവരുടെ കഴിവുകൾ, പ്രത്യേകിച്ചും ഇതിന്റെ കവറും ഇതിന്റെ ലേഔട്ടും ഒക്കെ ചെയ്തിട്ടുള്ള ജയരാജ് ആനാവൂര്, അദ്ദേഹം ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അതുപോലെ തന്നെ ടെക്നിക്കലി ഉള്ള കാര്യങ്ങൾ ചെയ്യുന്ന രൂപേൻ, പ്രത്യേകിച്ച് ഇത് വളരെയധികം ഇതിന്റെ ആ രൂപകൽപ്പനയുടെ ആരംഭഘട്ടം ചിലതൊക്കെ എനിക്ക് പരിശോധിക്കാനും കാണുവാനും കഴിഞ്ഞു. വളരെ സർഗാത്മകമായിട്ട് തന്നെ, വളരെ ക്രിയേറ്റീവായിട്ട് തന്നെയാണ് അതിന്റെ ലേഔട്ടും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. വാരി വലിച്ച് ലേഖനങ്ങൾ ഇടാതെ, അക്ഷരങ്ങൾ വെറുതെ നിരത്താതെ ഇന്നത്തെ തലമുറയ്ക്ക് ഓൺലൈനിൽ വായിക്കുവാൻ കഴിയുന്ന ഒരു രീതിയിലുള്ള
രൂപകൽപ്പനയും സംവിധാനവും ഒക്കെ ചെയ്യുവാനായിട്ട് ഇതിന്റെ പ്രവർത്തകർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ അനുഗ്രഹമാണ്. തുടർന്നുള്ള സമയത്ത് നമുക്ക് ഇതിന്റെ എക്സ്പെൻസിന് വേണ്ടിയൊക്കെ ആളുകളുടെ നിന്ന് ചില കൊച്ചു കൊച്ചു പരസ്യങ്ങളൊക്കെ വാങ്ങാൻ കഴിയണം. അതിനുവേണ്ടിയുള്ള അറിയിപ്പുകളൊക്കെ കൊടുക്കണം. കാരണം ഇതൊക്കെ ഇപ്പോൾ കയ്യിൽ നിന്നൊക്കെ എടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ഇതിനൊരു ചെറിയ വരുമാനം പരസ്യങ്ങളിലൂടെയൊക്കെ ഉണ്ടാകണം. നല്ല പരസ്യങ്ങൾ കൺവെൻഷന്റെയോ അല്ലെങ്കിൽ ബൈബിൾ കോളേജുകളുടെയോ സെമിനാറുകളുടെയോ ഒക്കെ നമുക്ക് ചെറിയ എമൗണ്ട് വാങ്ങിക്കൊണ്ട് നമുക്ക് അതൊക്കെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയണം. നമുക്ക് ഒരുപാട് സാധ്യതകൾ നമുക്കുണ്ട്. ആ സാധ്യതകളൊക്കെ നമുക്ക് ഉപയോഗിക്കുവാനും പിന്നെ ആളുകളെ കർത്താവിന്റെ ഭാഗത്തേക്ക് കൊണ്ടുവരുവാനും ഒക്കെ നമുക്ക് കഴിയട്ടെ. ഇപ്പൊ കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള ഒരു പ്രസിദ്ധീകരണമായിട്ട് ഇത് മാറുവാൻ നമ്മളൊരു നിസ്സാരമായിട്ട് ഇതിനെ കരുതേണ്ടതായിട്ടില്ല. കാരണം ഇതുപോലെയുള്ള ചെറിയ ചെറിയ സംരംഭങ്ങളിലൂടെയാണ് വലിയ വലിയ മൂവ്മെന്റ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചെറിയ സ്റ്റെപ്പ് അതൊരു വലിയ യാത്രയുടെ തുടക്കമായിട്ട് നാം മനസ്സിലാക്കണം. അത് കാരണം കർത്താവിന്റെ ഹിതം, കർത്താവിന്റെ കരം അതിന്മേൽ ഉണ്ടായിരിക്കും. തീർച്ചയായിട്ടും ധാരാളം എഴുത്തുകാരെ സൃഷ്ടിക്കുവാനും എഴുതുന്ന ആളുകളുടെ തന്നെ ഒരുപാട് സംഭാവനകൾ പ്രദാനം ചെയ്യുവാനും ഒക്കെ നമുക്ക് ഈ ഒരു കാര്യത്തിലൂടെ കഴിയട്ടെ എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് ഈ ട്രൂ ബ്രെഡ് നമുക്ക് ദൈവസേനയിലേക്ക് പ്രാർത്ഥിച്ച് സമർപ്പിക്കാം. നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, ട്രൂ ബ്രെഡ് എന്നുള്ള പേരിൽ കർത്താവ് ഒരു കുടുംബ മാസിക പ്രസിദ്ധീകരിക്കുന്നതിന് കർത്താവ് ഇടയാക്കിയ അവിടുത്തെ എല്ലാ കുറവുകൾക്കായും ഞങ്ങൾക്ക് സ്തോത്രം ചെയ്യുന്നു. ദീർഘനാളുകളായി മക്കളുടെ ഹൃദയത്തിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം കർത്താവെ അതിന്ന് സഫലീകരിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. അതിന്റെ എല്ലാ തടസ്സങ്ങളെയും കർത്താവ് നീക്കുകയും കർത്താവെ വളരെ കഴിവുള്ള, ദൈവകൃപയുള്ള, അഭിഷേകമുള്ള കർത്താവ് ഒരു വലിയ ടീമിനെ കർത്താവ് ഇതിനു വേണ്ടി നൽകുകയും ചെയ്തോർത്ത് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. കർത്താവ് ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ ആലോചനയ്ക്ക് അനുസരണമായി ശുശ്രൂഷ ചെയ്യുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ ഓരോ താളുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി സമർപ്പിക്കുന്നു. കർത്താവെ, ഇതിലെ ഓരോ വാക്കുകളും ഓരോ വരികളും വായിക്കുന്ന വ്യക്തികൾ കർത്താവെ ആത്മാവിൽ പ്രചോദിതരാകുവാനും കർത്താവെ ആത്മീകമായി വളരുവാനും കർത്താവ് ഇടയാക്കണമേ. ഇതിലൂടെയെല്ലാം കർത്താവെ ഇതിൽ സംബന്ധിക്കുന്ന ആളുകളൊക്കെ കർത്താവിനോട് ഏറ്റവും അടുത്തു വരുവാൻ ഇടയാക്കണമേ. ഈ തലമുറയിൽ കർത്താവിന്റെ സാക്ഷ്യം വഹിക്കുവാൻ ഈ മാസിക മൂലം കർത്താവ് ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ സാധ്യതകൾ വളരെയാണ്. ഞങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ഉപരിയായി ഇതിനെ കർത്താവ് ഉപയോഗിക്കുമാറാകണമേ. അനേകർ കർത്താവിനെ അറിയുവാൻ, അനേകർ ദൈവവേലയിലായി തീരുവാൻ, അനേകരെ വിദ്യാഭ്യാസം കൊടുക്കുവാൻ, അനേകർക്ക് പ്രചോദനമായി തീരുവാൻ, അനേകരെ രക്ഷയിലേക്ക് നയിക്കുവാൻ, കർത്താവെ അനേകരെ സമാധാനത്തിലേക്ക് നയിക്കുവാൻ കർത്താവ് ഇതുപോലെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവ് ഇതൊരു വലിയ അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ മുമ്പിലുള്ള വളർച്ചയും ഇതിന്റെ മുമ്പിലുള്ള സാധ്യതകളും കർത്താവ് അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെല്ലാം വിട്ടുതരികയാണ്. കർത്താവെ, ഇത് വലിയൊരു അനുഗ്രഹമാക്കി കർത്താവ് തീർക്കുമാറാകണമേ. സാക്ഷാൽ അപ്പമാകുന്ന കർത്താവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനും അത് അവരുടെ വിശപ്പടക്കുന്നതായി തീരുവാൻ, അവരുടെ ആത്മീക ദാഹം തീർക്കുന്നതായി തീരുവാൻ കർത്താവെ അതുമൂലം സഹായിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. മരുഭൂമിയിൽ മണ്ണയെ കർത്താവ് പൊഴിച്ചു കൊടുത്തതുപോലെ കർത്താവെ ഈ ചുട്ടേറിയ മരുഭൂമിയിൽ കർത്താവെ ഒരു വലിയ ആത്മീക ആഹാരമായി കർത്താവ് ഇതിനെ മാറ്റുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. അനേക കുടുംബങ്ങൾക്ക് കർത്താവ് ഇതൊരു അനുരഞ്ജനത്തിന്റെ മാർഗമാക്കി കർത്താവ് തീർക്കുമാറാകണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരെയും ഞങ്ങൾ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവിന്റെ ആത്മാവിനെ വെളിപ്പെടുത്തണമേ, ചിന്തകളാൽ പ്രചോദിതമാക്കുമാറാകണമേ. ഓരോരുത്തരെയും കർത്താവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ എല്ലാ പ്രവർത്തകരെയും സഹകരിക്കുന്നവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഇന്ന് ഇത് യാഥാർത്ഥ്യമായി തീർന്നിരിക്കുന്നു. ഈ ആണ്ടിന്റെ 1-ാം മാസം 1-ാം തീയതി കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു ദിവസമാണ്. ഇന്ന് തന്നെ ഇത് പ്രസിദ്ധീകരിക്കുവാൻ കർത്താവ് ഇടയാക്കിയതിന്റെ പിന്നിൽ ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു. കർത്താവിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിക്കുന്നു. മഹാനുഭവത്വം കർത്താവ് തന്നെ എടുക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ട്രൂ ബ്രെഡ് കർത്താവെ ഞങ്ങൾ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രകാശനം ചെയ്യുന്നു. അനുഗ്രഹമാക്കി തീർക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.